ദീപക്, പോലീസ് ജീപ്പിലേക്ക് മാറ്റിയോ ബോബിയെ? വാഹനം സുജയ, ഈ എയർ ക്യാമ്പിന്റെ മറ്റൊരു ഭാഗത്തോടു കൂടി ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനം ഇപ്പോൾ ക്യാമ്പിന്റെ മറുവശത്തോടു കൂടി കടന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ എയർ ക്യാമ്പിന് മുൻഭാഗത്ത് എത്തിയ സമയത്ത് ആ വാഹനം അകത്തോട്ട് കയറിപ്പോയി. പകരം ഈ ക്യാമ്പിന്റെ എതിർഭാഗത്തുള്ള മറ്റൊരു കവാടം വഴി പുറത്തേക്ക് ഇറങ്ങിയ വാഹനത്തിൽ നിന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ദൃശ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് പോലീസ് വാഹനം പുറത്തേക്ക് പോയി. സുജയ, അതായത് കൊച്ചിയിലേക്ക് തിരിക്കുകയാണ്, എയർ ക്യാമ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കുകയാണ്. ബോബിയുടെ വാഹനത്തിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് ബോബിയെ മാറ്റിയിരിക്കുന്നു അല്ലേ ദീപക്? അതെ സുജി, അതായത് ഈ കൽപ്പറ്റയിലെ പുത്തൂർവേൽ എയർ ക്യാമ്പിന്റെ ഭാഗത്തായിരുന്നു ആദ്യം ഈ ബോബി ചെമ്മണ്ണൂരിനുമായിട്ടുള്ള വാഹനം ഉണ്ടായിരുന്നത്. ആ വാഹനം പിന്നീട് എയർ ക്യാമ്പിന്റെ മറുഭാഗത്തുള്ള കവാടത്തിലൂടെ പുറത്തേക്ക് വരികയും ഇപ്പോൾ ആ വാഹനം കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. മുൻപിലൊരു പോലീസ് ജീപ്പ് എറണാകുളത്ത് നിന്നെത്തിയ പോലീസ് സംഘത്തിന്റെ വാഹനമാണ് മുൻപിലുണ്ടായിരുന്നത്. അതിന് തൊട്ടുപിറകിലായാണ് മറ്റൊരു പോലീസ് ജീപ്പിൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരികയാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള പോലീസുകാരടക്കം വാഹനത്തിലുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിൽ നിന്നും ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് ബോബിയെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് ബോബി ചെമ്മണ്ണൂരിനെ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ സൈഫുനിസാം? തീർച്ചയായും 6-7 മണിക്കൂർ കൊണ്ട് വയനാട് നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇനി കമ്മീഷൻ ഓഫീസിലേക്കാണോ നേരെ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുക എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ഈ സുരക്ഷാ പ്രശ്നങ്ങളടക്കം ഉള്ളതുകൊണ്ട് തന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഹൈക്കോടതി പരിസരത്തുള്ള പോലീസിന്റെ ക്യാമ്പുണ്ട്. ഈ പോലീസ് ക്യാമ്പിലേക്ക്, ഈ 3 സ്ഥലത്തിലേക്ക് എവിടേക്കെങ്കിലും ആകും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരിക. ഒന്നുകിൽ അത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റേഷൻ, അതല്ലെങ്കിൽ പോലീസ് ക്യാമ്പ്, അതുമല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാകുമലാദിത്യയുടെ ഓഫീസായ സിറ്റി പോലീസിന്റെ കമ്മീഷണർ ഓഫീസ് ആണുള്ളത്. ഈ 3 സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും ആകും കൊണ്ടുവരിക. 6 അല്ലെങ്കിൽ 7 മണിക്കൂറാണ് വയനാട് നിന്ന് എത്താനുള്ള ഒരു സമയം. ഈ പകൽ സമയം ആയതുകൊണ്ട് ട്രാഫിക് അടക്കമുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും 6 മണിക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്ത് കൊച്ചിയിൽ എത്തിക്കും എന്നുള്ളത് വേണം മനസ്സിലാക്കുവാനായി. എന്തായാലും നിലവിൽ ഇപ്പോൾ എയർ ക്യാമ്പിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊന്നും പോലീസ് കടന്നില്ല. അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത് എയർ ക്യാമ്പിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് പോലീസ് ജീപ്പിൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. 11:50 പുറപ്പെട്ടിരിക്കുന്നത്. 11:50 പുറപ്പെട്ടാൽ പോലും 6 മണിക്കുള്ളിൽ, വൈകിട്ട് 6 മണിക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്ത് കൊച്ചിയിൽ എത്തിക്കാൻ സാധിക്കും. ഇതിനിപ്പോൾ എവിടേക്കായിരിക്കും കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത ലഭിക്കാനുള്ളത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റേഷനാണ് ഇത്, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഒന്നുകിൽ ഇവിടേക്ക് കൊണ്ടുവരാം, അതല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാന കാര്യാലയമായ എറണാകുളത്തെ ഓഫീസിലേക്ക് കൊണ്ടുവരാം, അതല്ലെങ്കിൽ ഹൈക്കോടതിക്ക് സമീപമുള്ള പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. ഈ 3 ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും കൊണ്ടുവരാം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതിന് തൊട്ടടുത്താണ് ജനറൽ ആശുപത്രിയുള്ള, അവിടെ വൈദ്യ പരിശോധനയ്ക്കും കൊണ്ടുപോകും എത്തിച്ചു കഴിഞ്ഞാൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ അതിവേഗത്തിലുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പരാതി ലഭിച്ച അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ, ഈ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമ, ഒരു പ്രമുഖ വ്യവസായിയെ കസ്റ്റഡിയിൽ എടുക്കുവാനായി കൊച്ചി സിറ്റി പോലീസിന് ആയി എന്നുള്ളതാണ്. അതായത് ഒരു നടിയുടെ പരാതി എന്നതിനും അപ്പുറത്തേക്ക് സ്ത്രീ എന്ന നിലയിൽ ഒരു ആൾക്കാരുടെ അപമാനത്തിൽ അവർ നൽകിയിരിക്കുന്ന പരാതിയുടെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയം എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും DGPയുടെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്നും കൃത്യമായ നടപടി വേണമെന്നുള്ള നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസിന് ലഭിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാകുമലാദിത്യയും ഒപ്പം തന്നെ DCP അശ്വതി ജിജിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ വയനാട്ടിലെത്തി. ഈ പ്രത്യേക അന്വേഷണ സംഘം
ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 10 പേരുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചിരുന്നു. ഇതിൽ 3 വനിതാ പോലീസുകാരും ഉണ്ടായിരുന്നു. ഈ 10 അംഗ സംഘമാകും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് നമുക്ക് നൽകുന്നില്ല. എങ്കിൽ പോലും ഇത്തരം സാധ്യതകളെല്ലാമാണ് മുന്നിൽ കാണുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6 മണിക്കുള്ളിൽ കൊച്ചിയിൽ ബോബി ചെമ്മണ്ണൂർ എത്തും. ഒന്നുകിൽ ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ, അതല്ലെങ്കിൽ കൊച്ചി കമ്മീഷണർ ഓഫീസിൽ, അതല്ലെങ്കിൽ പോലീസ് ക്യാമ്പിൽ. ഈ 3 കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നീടുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഉടനെ തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കൊണ്ടുപോകാനുള്ള സാധ്യത. പിന്നീട് ഒന്നുകിൽ ഇവിടെ തുടരേണ്ടി വരും, അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് നടപടികളിലേക്കോ അല്ലെങ്കിൽ ജാമ്യത്തിനുള്ള സാധ്യതകളിലേക്കും ഉണ്ടാകും. വേഗത്തിലുള്ള ഒരു മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കേണ്ട സാധ്യത നിലവിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് വളരെ ഗൗരവമായൊരു കേസാണ്. 75(1) 75(4) കേസാണ്. ഈ BNS-ലെ 75 വകുപ്പുകൾ എന്ന് പറയുന്നത് അത്രയും ഗൗരവമായ വകുപ്പുകളാണ്, ജാമ്യമില്ലാ കുറ്റമുള്ള വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ കേസിൽ ഈ വിഷയത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കോടതിയിൽ തന്നെയാകും ഹാജരാക്കാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ ഉണ്ടാകില്ല, നാളെയാകും. അങ്ങനെയെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് സ്റ്റേഷനിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. സുജയ.